അപ്പോൾ നിരാശയുടെ പടുകുഴിയിലാണ് പോർച്ചുഗൽ ആരാധകർ. സ്വാഭാവികമാണ്. വമ്പൻ ടീമുമായി ലോകകപ്പിനെത്തിയ റൊണാൾഡോയും സംഘവും പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നതിന്റെ സങ്കടത്തിലാണ് ആരാധകർ. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ബാർട്ടൺ ഹില്ലിലാണ്. ലോ കോളേജിന്റെ മുന്നിൽ തയ്യാറാക്കിയ സ്ക്രീനിംഗ് വേദിയിലാണുള്ളത്. റൊണാൾഡോ തൻ്റെ കരിയറിലെ ഏറ്റവും അവസാന വേൾഡ് കപ്പിലെ ഏറ്റവും നിർണായകമായ മത്സരം കളിക്കാൻ അമേരിക്കയിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നിരാശാജനകമായ ഒരു മത്സരമായി യഥാർത്ഥത്തിൽ മാറിയിരിക്കുകയാണ്. മൈക്കിൾ മൊറീനോ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ലക്ഷ്യങ്ങളെ, അവരുടെ സ്വപ്നങ്ങളെ തല്ലിക്കടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു പോർച്ചുഗൽ ആരാധകനുണ്ട്. എന്താ ഇന്നത്തെ കളിയെക്കുറിച്ച്? വളരെ നിരാശയാണ്. ഇതിനേക്കാൾ ഒരു മികച്ച കളി പോർച്ചുഗലിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ. പക്ഷേ നമ്മളെ വിജയമായാലും പരാജയമായാലും എപ്പോഴും റൊണാൾഡോയുടെ കൂടെയും പോർച്ചുഗലിന്റെ കൂടെ ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ റൊണാൾഡോ ഈ വേൾഡ് കപ്പോടെ വിരമിക്കുകയാണോ? ഇനിയും പോർച്ചുഗലിനൊപ്പം ഉണ്ടാവുമെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും റൊണാൾഡോ വേൾഡ് കപ്പിൽ വിരമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വേൾഡ് കപ്പിൽ കാണില്ല, പക്ഷേ നാഷണൽ ടീമിന്റെ കൂടെ കാണും ഉറപ്പായിട്ടും. കാര്യം നമുക്ക് ഇനിയൊരു ലക്ഷ്യം കൂടെ നേടാനുണ്ട്, 1000 ഗോൾ എന്നുള്ളത്. അത് വേൾഡ് കപ്പിൽ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഉറപ്പായിട്ടും പോർച്ചുഗലിന്റെ കൂടെ റൊണാൾഡോ നേടിയിരിക്കും. നമ്മൾ അപ്പോഴും കൂടെ കാണും ഈ ജേഴ്സി ഇട്ടാണ്. ഇന്നത്തെ കളിയിൽ നിരാശ ഉണ്ടെന്ന് അറിയാം. എന്നാലും റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പ് അത് നിർണായകമായിരുന്നു. കുറച്ചുകൂടി നല്ല കളി പോർച്ചുഗലിൽ നിന്ന് ഒരുപക്ഷെ പ്രതീക്ഷിച്ചു. ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ വർഷം കംബാക്ക് ഇല്ല. അതേപോലെ തന്നെ റമദാ പള്ളിയും ടീമും തോറ്റിട്ടുണ്ട്. ദയവേത് ഇനി ഇൻസ്റ്റഗ്രാം ചേച്ചിമാർ ദയവേദിനെ കേരളത്തിൽ പോർച്ചുഗലിന്റെ വിജയം എന്നതിനപ്പുറം റൊണാൾഡോയ്ക്കുണ്ടായ അല്ലെങ്കിൽ പോർച്ചുഗലിനുണ്ടായ ഒരു പരാജയം എന്നതിനപ്പുറം റൊണാൾഡോയുടെ വ്യക്തിപരമായ പരാജയത്തെ യഥാർത്ഥത്തിൽ അവരെല്ലാം ദുഃഖത്തോടെ തന്നെയാണ് നോക്കുകയാണെന്നതിൽ സംശയമില്ല. അതാ ഇവിടെ വേറൊരു വളരെ നിരാശയോടെ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്താ ഇന്നത്തെ കളിയെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ? അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതുപോലെ പോർച്ചുഗലിന്റെ കളി ഇന്നിപ്പോൾ എന്തായാലും കഴിഞ്ഞിരിക്കുകയാണ്. റൊണാൾഡോ തന്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും ഇതെന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞു. അവർ വേദനയോടെ എന്തായാലും പിരിയുകയാണ്. എന്തായാലും ഇനിയും ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ സ്ക്രീനിംഗ് ഉണ്ടാവും. ഇനിയും ആത്യന്തികമായി ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ഇവിടേക്ക് ഒഴുകിയെത്തും. റൊണാൾഡോ എന്തായാലും ഈ ടെക്നിക്കൽ ഏരിയയുടെ അപ്പുറത്ത് നിന്ന് ഇനിയും പോർച്ചുഗലിന് ഊർജ്ജമായി തന്നെ ഈ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയ ആരാധകർ പങ്കുവയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.